students, welcome back to Bosco Campus Vision. In the previous session, we were discussing about the various ways of learning business information. So with this session, we are moving on to the next topic, that is need for learning business information and the methods or techniques of learning business information. So as we know, learning business information is a process of obtaining valuable facts regarding different aspects of a business. It also involves careful enquiry and experiments to acquire necessary information inputs for decision making. So learning business information, അതിൻ്റെ മീനിങ് നമ്മൾ കഴിഞ്ഞ സെഷൻസിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഒരു ബിസിനസ്സിൻ്റെ പല ആസ്പെക്ട്സിലുള്ള വാല്യുബിൾ ഫാക്ട്സും ഇൻഫോർമേഷൻസും ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലേണിംഗ് ബിസിനസ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. And these information are later used by the managers or the top level management as a input for the process of decision making. So let us look into some of the important needs for learning this business information. First one is to build a career in business by way of finding jobs in business enterprises and setting up of new business ventures. So the first point is to build a career in business. സോ ബിസിനസ്സിൻ്റെ പല ആസ്പെക്റ്റുകളെ കുറിച്ച് പഠിച്ച് ബിസിനസ്സിൽ തന്നെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ്. ഐദർ ബൈ വേ ഓഫ് ഫൈൻഡിങ് എ ജോബ് ഇൻ ബിസിനസ് എൻ്റർപ്രൈസസ് ഓർ ബൈ സെറ്റിംഗ് അപ്പ് എ ന്യൂ ബിസിനസ് വെഞ്ചർ. ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് എൻ്റർപ്രൈസസ് ഒരു ജോലി കണ്ടെത്തുകയോ അല്ലെങ്കിൽ പുതുതായി ഒരു ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്ത് ബിസിനസ്സിൽ തന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്യുക, അതാണ് ഫസ്റ്റ് നീഡെന്ന് പറയുന്നത്. Second one is to identify viable business opportunities for turning them into healthy business enterprises. സോ ഹിഡൻ ആയിട്ട് കിടക്കുന്ന പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന പലതരം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതൊരു ഹെൽത്തി ബിസിനസ് എൻ്റർപ്രൈസ് ആക്കി മാറ്റുക, അതാണ് സെക്കൻഡ് നീഡ് എന്ന് പറയുന്നത്. Some business organizations may have the opportunity to get flourished, but they may not use it in the proper manner. So by learning business information, we can easily identify those business opportunities and turn them into healthy business enterprises. And the third need is to improve the knowledge, skill, efficiency and motivation for effectively performing business activities such as planning, organizing, staffing, directing, coordinating, budgeting and reporting. സോ +2 ലെവൽ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചതാണ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ്. അതായത് പോർട്ട് സ്കോപ്പ് എന്ന് പറയും. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. സോ ഇത്തരത്തിലുള്ള എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ബിസിനസ് ആക്ടിവിറ്റീസും മോസ്റ്റ് എഫക്റ്റീവ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോളജും സ്കില്ലും എഫിഷ്യൻസിയും നമ്മുടെ മോട്ടിവേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. So by learning business information, we can automatically improve our knowledge, skill, efficiency and motivation and thereby effectively perform the various business activities. The fourth need is to provide valuable inputs, that is in the form of facts and figures to the managers in decision making. So ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ വേണ്ട ഡിസിഷൻസ് എടുക്കുന്നത് മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. സോ അവർക്ക് വേണ്ടുന്ന വാല്യുബിൾ ഇൻപുട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രോപ്പർ ഡിസിഷൻസ് കറക്റ്റ് സമയത്ത് എടുത്തെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ റൺ ചെയ്യുകയുള്ളൂ. സോ ദീസ് കളക്റ്റഡ് ബിസിനസ് ഇൻഫർമേഷൻ ക്യാൻ ദെൻ ബി കൺവേർട്ടഡ് ഇൻ ടു വാല്യുബിൾ ഇൻപുട്സ് ഫോർ ദ പേർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ് ഇസ് ടു ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ബിസിനസ് കൺസെപ്റ്റ്സ് ആൻഡ് പ്രാക്ടീസസ്. സോ ഇൻഡെപ്തായിട്ട് ബിസിനസ് ഇൻഫർമേഷനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ബിസിനസ്സിന് വേണ്ടുന്ന പുതിയ കൺസെപ്റ്റ്സും പ്രാക്ടീസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ഥിരമായി കണ്ടിന്യൂ ചെയ്യുന്ന കുറേ കൺസെപ്റ്റ്സും പ്രാക്ടീസും ഒക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ കൺസെപ്റ്റ്സും പ്രാക്ടീസും നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടു അസിസ്റ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ മോഡിഫൈയിങ് ദെയർ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ്. സോ ബിസിനസ് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന പലതരം ഓപ്പറേഷൻസിൽ അസിസ്റ്റ് ചെയ്യാം. അത് കൂടുതൽ മോഡിഫൈ ചെയ്യാനും കൂടുതൽ സക്സസ്ഫുൾ ആവാനും വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റിംഗ് ഓപ്പറേഷനിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. സോ ബൈ ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ വി ക്യാൻ ഈസിലി അസിസ്റ്റ് ഇൻ existing operations of the business organization. And the next point is to help business houses in developing innovative products, technologies and new methods of production. So learning business information is not limited to a particular area. We come to learn about the form of business activities conducted in different parts of the world. So these information can help the business houses in developing new innovative products, technologies and new methods of production.
സോ മറ്റ് ബിസിനസ് എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മറ്റ് രാജ്യത്തെ ബിസിനസ് എൻ്റർപ്രൈസസ് യൂസ് ചെയ്ത് സക്സസ്ഫുള്ളായ പലതരം പ്രോഡക്ട്സും ടെക്നോളജീസും മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ നമ്മുടെ കമ്പനിയിലും യൂസ് ചെയ്ത് സക്സസ്ഫുള്ളാക്കി മാറ്റാനായിട്ട് സാധിക്കും. And the next point is to help business organization in exploring new users and new market for their existing products. So now the market is fully globalized. There is no restrictions regarding the sale and transfer of goods and services. So the business organization can easily explore new markets and find new users and new markets for their existing products. സോ സ്ഥിരമായിട്ടുള്ള മാർക്കറ്റും സ്ഥിരമായിട്ടുള്ള യൂസേഴ്സും യൂസ് ചെയ്യാതെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അവരുടെ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലം ഏതാണെന്ന് എക്സ്പ്ലോർ ചെയ്ത് പുതിയ മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡും സെയിലും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. And the next point is to assist finance managers in evolving a suitable mechanism for managing funds and assets. So by in-depth learning of business information, we can help or assist the finance managers for managing the various funds and assets. സോ ബിസിനസ്സിൻ്റെ ഓരോ തരത്തിലുള്ള ഫണ്ട്സും അസറ്റ്സും ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രോപ്പർ രീതിയിൽ ഓരോ പുതിയ മെക്കാനിസംസ് ഉപയോഗിച്ച് മാനേജ് ചെയ്യാനായിട്ട് ഫിനാൻസ് മാനേജേഴ്സിനെ നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. So a person without any business information or knowledge about any business cannot perform this activity. So another major lead of business learning business information is to assist the finance managers in managing the various funds and assets. And the last point is to assist human resource managers to devise constructive human resource policies and practices. So by learning business information, we can utilize it in the best way in the various functional areas of a business management. So in the last 4 points, we were discussing directly or indirectly about the various functional areas of management, that is production, marketing, finance and human resource. So in human resource area, it helps the managers to devise constructive human resource policies and practices. സോ ഹ്യൂമൻ റിസോഴ്സ് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള പുതിയ പോളിസീസും പ്രാക്ടീസസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇൻ കേസ് ഓഫ് പ്രൊഡക്ഷൻ, the learning of business information helps to develop new innovative products, technologies and methods of production. And in case of marketing, it helps to explore the new users and new markets. And in case of finance, it helps to assist the finance managers in managing the various funds and assets. And in case of human resource, it helps to assist the human resource managers to devise constructive human resource policies and practices. So these are some of the important needs for learning business information. So next we will look into some of the methods or techniques of learning business information. So there are different methods or techniques in learning business information. The widely used methods of learning are reading method, lecture method, student seminars, field study or field investigation, conference and symposiums, case study and project reports. So the main methods or techniques of learning business informations are reading method, lecture method, student seminars, field study or field investigation, conference and symposiums, case study and project reports. So we will look into each of these methods one by one in detail. First one is reading method. Reading is an effort taken by a person to gather information contained in a textbook or a document. Mostly reading is performed through printed or handwritten documents such as textbook, newspaper, magazine, notebooks, etc. But in recent times, reading can be performed by means of internet, television, displays, mobile phones and e-readers. And reading can be referred to as a cognitive process which requires the mental stability and concentration of the reader. സോ വായന എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കോമൺ ഹാബിറ്റാണ്. സോ ബിസിനസ് ഇൻഫർമേഷൻ്റെ എഫക്റ്റീവ് ലേണിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്കാണ് റീഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ മുമ്പൊക്കെ റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻ, നോട്ട്ബുക്സ് എക്സെട്ര. ബട്ട് ഇൻ ദ മോഡേൺ സൊസൈറ്റി ദിസ് റീഡിംഗ് പ്രോസസ് ഹാസ് ടേൺ ടു എ ഡിജിറ്റൽ ഫോം. സോ ഇപ്പം കൂടുതലും ആൾക്കാർ ഇൻ്റർനെറ്റിനെയും ടെലിവിഷനെയും അതുപോലെ തന്നെ മൊബൈൽ ഫോൺസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോഷ്യൽ മീഡിയാസിലും ഓൺലൈൻ ന്യൂസ് ചാനൽസിലും വരുന്ന ന്യൂസൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
സോ ഇപ്പോൾ ഏത് മോഡ് യൂസ് ചെയ്താലും ഓഫ്ലൈൻ മോഡാണെങ്കിലും ഓൺലൈൻ മോഡാണെങ്കിലും റീഡിംഗ് എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. സോ ഒരു എഫക്റ്റീവ് റീഡിങ്ങിന് ആ വായിക്കുന്ന ആളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും അത്യാവശ്യമാണ്. The reader has to apply his intelligence and thought to process information contained in a textbook. സോ ഒരു ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാകണമെങ്കിൽ ആ റീഡർ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് അതിൽ അപ്ലൈ ചെയ്യുകയും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും യൂസ്ഫുൾനെസ് ഉണ്ടാവുകയുള്ളൂ. So the reading materials in business include business-related newspapers, books, magazines, journals and periodicals. Annual reports and other publication of business houses also facilitate the reading of learners in business information. സോ ബിസിനസ് റിലേറ്റഡ് ഇൻഫർമേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ സാധാ സ്റ്റോറി ബുക്സോ ഡ്രാമ ബുക്സോ ഒന്നും വായിച്ചിട്ട് കാര്യമില്ല. ബിസിനസ് റിലേറ്റഡ് ന്യൂസ് പേപ്പേഴ്സും ബുക്സും മാഗസീൻസും ജേർണൽസും പീരിയോഡിക്കൽസും ഒക്കെയാണ് നമുക്ക് ബിസിനസ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനുപരിയായിട്ട് ബിസിനസ് ഹൗസസ് തന്നെ പബ്ലിഷ് ചെയ്യുന്ന ആനുവൽ റിപ്പോർട്ട്സും അതുപോലെ അവരുടെ അതർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ബിസിനസ് ലേണിങ്ങിന് അല്ലെങ്കിൽ ബിസിനസ് ഇൻഫർമേഷൻ്റെ ലേണിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഈ ബിസിനസ് റിലേറ്റഡ് പല ഡോക്യുമെൻറ്റ്സ് ആക്സസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ ബിസിനസ് ഇൻഫർമേഷൻസിനെ കുറിച്ച് അറിയാനും പഠിക്കാനായിട്ടും സാധിക്കും. So next we will look into some of the major benefits of the reading method in the process of learning business information. First point is that it enhances the business related knowledge of the reader and gives him numerous business ideas. സോ ഒരു ബിസിനസ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബിസിനസ് ജേർണൽ വായിക്കുന്നതിന് മുമ്പുള്ള ആളായിരിക്കില്ല അത് വായിച്ചതിന് ശേഷം. He will be having some more knowledge about the business related sources and informations. സോ ഇങ്ങനെ നോളജ് ഇൻക്രീസ് ചെയ്യുന്ന വഴി പുതിയ ബിസിനസ് ഐഡിയാസ് അദ്ദേഹത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. So the first major benefit is that it enhances the business related knowledge in a reader and gives him numerous business ideas. Next, it helps the reader in planning his business operations. സോ ഇപ്പോൾ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ബിസിനസ് ന്യൂസ് പേപ്പേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. Next is that books are available on different areas of business which gives valuable guidance to the reader in his every step towards business. സോ ഏത് ടോപ്പിക്കിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് ഒരു റീഡറിന് ബിസിനസ്സിനെ കുറിച്ചുള്ള നോളജ് വേണ്ടുന്നത് ആ ടോപ്പിക്സിനെ കുറിച്ചുള്ള എല്ലാ ഡിഫറെൻറ്റ് ബുക്സ് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ആണെങ്കിലും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണെങ്കിലും മാർക്കറ്റിംഗ് റിലേറ്റഡ് ആണെങ്കിലും ഏതൊരു ഏരിയയെ സംബന്ധിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. So it gives proper guidance to the reader in his every step towards business. And the next point is that readings on business provide an insight to the reader and gives the reader an overview of the opportunities and threats in business. സോ ബിസിനസ് റിലേറ്റഡ് ഇൻഫോർമേഷൻസിൻ്റെ റീഡിങ്സ് വഴി ആ റീഡറിന് ഒരു ഇൻസൈറ്റ് ലഭിക്കുകയാണ്. സോ സ്ഥിരമായിട്ട് ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എങ്ങനെയായി തീരുമെന്ന് അയാൾക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. So it helps him to identify the various opportunities as well as to identify the threats in a business. സോ ഒരു ബിസിനസ്സിലുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒരേപോലെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ബിസിനസ് അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. So these are some of the major benefits of the reading method in the process of learning business information. So in this session we discussed the various needs of learning business information and the reading method and the benefits of reading methods which comes under the various methods or techniques of learning business information. Hope all are clear with the topic. Thank you.